ഇന്നാണ് നീ തിരിച്ചറിഞ്ഞത് ഞാനാ നിന്റെ അമ്മയെന്ന്. പെട്ടെന്ന് നീ അത് ഉൾക്കൊള്ളുകയും ചെയ്തു. അതിനൊരു കാരണമുണ്ട്. പണ്ടുള്ളവര് പറയും രക്തത്തെ തിരിച്ചറിയൂന്ന്. നീ എന്റെ ചോരയാ, അതുകൊണ്ട് നീ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എനിക്കറിയാം, ഞാൻ വിളിച്ച നീ ഇപ്പോ എന്നോട് പറഞ്ഞു വരും. നിന്റെ മനസ്സിലും തോന്നുന്നുണ്ടാവും ഇനി ജീവിക്കേണ്ടത് ഈ അമ്മയോടൊപ്പമാണെന്ന്. പക്ഷെ ദുർഗേച്ചി തകർന്നു പോവും. അമ്മ നിന്നെ പ്രസവിച്ചേ ഉള്ളൂ. ദുർഗേച്ചിയുടെ ചൂടേറ്റ നീ വളർന്നത്. നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും ദുർഗേച്ചി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഞാനത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ചില നേരത്ത് എനിക്ക് ദുർഗേച്ചിയുടെ അസൂയം തോന്നാറുണ്ട്. എനിക്കെന്റെ മോനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. എന്റെ നെഞ്ചു നീറി പോയിട്ടുണ്ട്. അത്രമാത്രം ദുർഗേച്ചി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു ദുർഗേച്ചിക്ക് തോന്നിയ പിന്നെ ആ പാവം ജീവിച്ചിരിക്കില്ല. വേണ്ട മോനെ, അമ്മ അറിയാതെ പറഞ്ഞു പോയതാ. അതെല്ലാം മോൻ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. മോന്റെ ദുർഗാമ്മയ്ക്ക് വേണ്ടി, ദുർഗാമ്മ ആയുസ്സോടെ ഇരിക്കാൻ വേണ്ടി മോൻ ഇതൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. ഇതൊന്നും ആരോടും പറയില്ലെന്ന് മോൻ അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. അന്ന് തീരും. നീയായിട്ട് ഈ രഹസ്യം ഒരിക്കലും പുറത്തു പോകരുത്. പതുക്കെ മുറിവുണ്ടോ? ചെറിയൊരു മുറിവേ ഉള്ളൂ. അതൊക്കെ ഇവൻ പറയും. പക്ഷേ ഇതൊക്കെ മാറും വരെ എനിക്ക് ടെൻഷൻ. ഇവനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല സൊല്ലു. എത്രയും പെട്ടെന്ന് ഇവനൊന്ന് ഭേദമായാ മതി എനിക്ക്. ഭഗവാനെ ഗുരുവായൂരപ്പ, എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ ഭേദമാക്കി തരണേ. അവിടുത്തെ മുന്നില് ഇവന്റെ പേരില് ഞാനൊരു തുലാഭാര വഴിപാട് നടത്തിയേക്കാം. അമ്മേ, ഇപ്പൊ തന്നെ എത്ര നേർച്ചയായി? വരും വഴി കാറിലിരുന്ന് എത്ര അമ്പലത്തിൽ നേർച്ച നേർന്നതാ. ഞാൻ നേരുവിടാ. നിനക്ക് വേണ്ടി എത്ര അമ്പലങ്ങളിൽ നേർച്ച നേർന്നാലും എനിക്ക് തൃപ്തിയാവില്ലടാ. ഞാൻ നേർച്ചയും കാഴ്ചയും വെച്ച് പകരമില്ലാതെ പ്രാർത്ഥിച്ചതിന് എനിക്ക് ദൈവം തന്ന പുണ്യമായവൻ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും.
അവക്കൊരു പനി വന്ന് അത് മാറുന്നത് വരെ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പോഴാ പിന്നെ ഈ ഒരവസ്ഥയില് നീ എന്റെ പൊന്നല്ലടാ. നിനക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് തന്നെ. നിനക്ക് വേണ്ടി നേർച്ച നേരാൻ മാത്രമല്ല, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഈശ്വര, നീ തക്ക സമയത്ത് അവിടെ ഉണ്ടായിരുന്നതും തക്ക സമയത്ത് അവനെ ആശുപത്രിയിൽ എത്തിച്ചതും വലിയ ഭാഗ്യമായി. ഞാൻ ആകെ പേടിച്ചു പോയി ചേട്ടാ. ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ എന്റെ ഉള്ളിൽ പിടയായിരുന്നു. ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഒരു ദൈവങ്ങളും ഇല്ലായിരുന്നു. എന്തായാലും പേടിച്ചതുപോലെ ഒന്നും സംഭവിക്കാതെ നമ്മുടെ മോനെ ദൈവങ്ങളെ കാത്തു. അവനിപ്പോ ഡിസ്ചാർജ് ചെയ്തു. ദുർഗേച്ചി അവനെ വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എനിക്ക് അവനെ ഒന്ന് കാണണം. ഞാൻ ദേവമംഗലത്ത് പോയി അവനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് ചേട്ടനോട് പറയാനുണ്ട്. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ചേട്ടനോടോ പ്രസാദേട്ടനോടോ പറയാതെ, അനുവാദം ചോദിക്കാതെ നമ്മൾ ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന ആ സത്യം ഞാൻ നമ്മുടെ മോനോട് പറഞ്ഞു. പ്രിയമ്മയുടെ മോനാണ്. എന്നെ പ്രസവിച്ചത് പ്രിയമ്മയാണോ അതോ ദുർഗമ്മയാണോ? ഇറങ്ങി പോടോ. തന്നോട് പോവാനല്ലേ പറഞ്ഞത്? അല്ല, നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് വന്ന്? നിനക്ക് നല്ല റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞ? പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. ജയ, ഇനി ഇവിടെ തന്നെ നിന്നാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. മര്യാദയ്ക്കൊന്ന് പോകാൻ നോക്ക്.
അച്ഛനോട് ക്ഷമ പറയേ. അത് വേണ്ട. ആശുപത്രിയിൽ വെച്ച് അമ്മ എല്ലാം എന്നോട് പറഞ്ഞു. ഒന്നും അച്ഛനും അമ്മയും അറിഞ്ഞോണ്ട്. മാമനും മനഃപൂർവ്വം ചെയ്തല്ലോ. എനിക്ക് പെട്ടെന്ന് ഇവിടുത്തെ അച്ഛനെ മാമെന്ന് വിളിക്കാൻ പറ്റുന്നില്ല. വേണ്ട മോനെ, അതൊന്നും വേണ്ട. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. പക്ഷേ നീ ഇന്നലെ വരെ എങ്ങനെയാ വിളിച്ചിരുന്നത് അതുപോലെ തുടർന്നും അച്ഛ എന്ന് വിളിച്ചാ മതി. അല്ലെങ്കിലും ദുർഗേച്ചി അറിയുന്നതുവരെ പ്രിയ നിന്നോട് പറഞ്ഞ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചേ മതിയാവൂ. ദുർഗേച്ചി വിളിക്കുന്നു. നീ വേഗം അകത്തേക്ക് ചെല്ല. നിന്നെയും എന്നെയും ഇങ്ങനെ കണ്ടാൽ ദുർഗേച്ചിക്ക് വീണ്ടും കലിയിളകും. അത് വേണ്ട മോനെ. മോൻ ചെല്ല. അച്ഛൻ പോവാ. അവസരങ്ങൾ വരും. മറ്റാരും കാണാതെ എനിക്കും പ്രിയയ്ക്കും നിന്നെ കാണാനും നിനക്ക് ഞങ്ങളെ കാണാനും പരസ്പരം സ്നേഹം കൈമാറാനും സന്തോഷം പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ വരും. ദൈവം അതിന് വഴിയൊരുക്കി തരും. ഇപ്പൊ മോൻ ചെല്ല. ചെല്ല. ചെല്ല മോനെ. നിങ്ങൾ എന്തിനാ എന്റെ മോന്റെ സുഖവിവരം അന്വേഷിക്കുന്നത്? അവന്റെ കാര്യങ്ങൾ നോക്കാൻ അവന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. എന്താ പറഞ്ഞ? മോനോ? അവനെ മോന്റെ സ്ഥാനത്തൊന്നും നിങ്ങൾ കാണണ്ട. എന്റെ മോനെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന ആരുടെയും സ്നേഹം ഇനി എന്റെ മോന് വേണ്ട. അച്ഛാ, അച്ഛനെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ദേവമംഗലത്ത് പോയിട്ട് എന്തായി? അത് പറയച്ചാ, ആദ്യം കണ്ടില്ലേ? എന്ത് വിഷമം? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നറിഞ്ഞിട്ട് തുളസിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. തുളസിയുടെ അച്ഛൻ? നീ അങ്ങനെ അല്ലല്ലോ ജയനെ വിളിക്കാറ്. അത് പിന്നെ പെട്ടെന്നൊരു ഫീലി പറഞ്ഞപ്പോ ജയനങ്ങളൊന്നും വിട്ടുപോയി. അതാ തുളസിയുടെ അച്ഛനെന്ന് പറഞ്ഞ. ജയൻ വന്നിട്ട് അമ്മ അങ്കിൾ എന്നെ കാണാൻ സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ കേട്ടില്ല. എനിക്കത് വലിയ സങ്കടമായി. അവളെന്തിനാ ജയനെ ഇറക്കി വിട്ടത്? ഇത് അമ്മയുടെ ഓരോ ഭ്രാന്ത്, അല്ലാതെ എന്ത് കാരണം? നീ അതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ട. ജയനോട് ഞാൻ സംസാരിച്ചോളാം. സങ്കടപ്പെടാതിരിക്കേ. അല്ല, നീ എന്താ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ചിരിക്കുന്നു? അമ്മേ, ഒരു വൻ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ആദ്യയുടെ ആക്സിഡന്റും ഹോസ്പിറ്റലിലെ തിരക്കും വിഷമങ്ങളും ഒക്കെ ആയപ്പോ ഞാനത് പറയാൻ മറന്നുപോയതാ. അല്ല, ഞാനത് ഓർത്തുമില്ല. ഇപ്പഴാ ഞാനതൊന്ന് ഓർത്ത്. അത് ആലോചിച്ച് ഞാൻ ചിരിച്ചുപോയി.
എന്നാ ചിരിക്കാതിരിക്കാനും പറ്റില്ല. ഇത് കേട്ട അമ്മയും ചിരിക്കും. എന്താണ് അത്ര വലിയ കോമഡി? അതെ, പാവം ദുർഗമ്മ. എന്റെയും ആദ്യയുടെയും കല്യാണമാണ് അവിടെ നടക്കുന്നതെന്ന് കരുതിയാ അവര് കലിതുള്ളി അങ്ങോട്ട് വന്നത്. പക്ഷെ പ്ലിങ് ആയിപ്പോയി. നാണം കിട്ടും. ദുർഗമ്മയ്ക്ക് വലിയ അഹങ്കാരായിരുന്നല്ല. അതിനുള്ള മറുപടി ഞാൻ കണക്കിന് തന്നെ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരുടെ മുന്നില് ദുർഗമ്മയുടെ ആതിരയുടെയും തോലി ഉരിഞ്ഞുപോയി. ആ ആതിരെ ഉമ്മ മാഡത്തിന്റെ ഗുണ്ടകൾ പൊതിരെ തല്ലി. ഇനി കുറെ ദിവസം അടിയുടെ വേദന മാറാനായിട്ട് അവൾ ഒഴിച്ചിലും പിഴിച്ചിലും നടത്തേണ്ടി വരും. തുളസി, ദേ, നീ ഈ കാണിച്ചത് ഒട്ടും മര്യാദയല്ല. എന്ത് കാരണത്തിന്റെ പേരിലായാലും ദുർഗേച്ചി നീ പരസ്യമായി അപമാനിക്കാൻ പാടില്ലായിരുന്നു. അത് ഗുരുത്വദോഷമാണ്. എടി, നിനക്ക് തോന്നുന്നത് പോലെ കളിയാക്കാനുള്ള ആളാണോ ദുർഗേച്ചി? ദുർഗേച്ചിയുടെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയോ? എടി, നിന്റെ അമ്മയാണ് ദുർഗേച്ചി. അമ്മയോ? എന്റെ അമ്മയല്ലേ ഈ അമ്മ. എന്റെ അമ്മയാവാനുള്ള എന്ത് യോഗ്യത അവർക്കുള്ളത്? തുളസി, അങ്ങനെയൊന്നും നീ പറയരുത്. വലിയ പാപം കിട്ടും. ഓ പിന്നെ വലിയ പാപം. ദുർഗാമ്മ എന്നോട് കാണിക്കുന്ന ദ്രോഹമൊന്നും അപ്പൊ ഇതിൽ പെടില്ലേ? അതും പാപമാണ്. ദുർഗാമ്മ എന്നോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെ ഞാൻ തിരിച്ചും പെരുമാറും. അതിപ്പോ നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ അങ്ങനെയും. മോളെ, ഞാൻ പറയുന്നത് മോള് കേൾക്കണം, അനുസരിക്കണം. ദുർഗേച്ചി ഉള്ളുകൊണ്ട് പാവാ. നീ ഒന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് മുൻചുണ്ടിയും എടുത്തുചാട്ടമൊക്കെ ദുർഗേച്ചിക്കുണ്ട്. അത് കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ അങ്ങ് ക്ഷമിക്കണം. നിന്റെ മാമൻ പോലും ദുർഗേച്ചി എതിർത്തൊന്നും സംസാരിക്കാത്തത് എന്താ? ദുർഗേച്ചിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ. ഇനി അതെല്ലാം അങ്ങ് പോട്ടെ. നീയോ ആദ്യമോനും തമ്മിലുള്ള കല്യാണം നടക്കണ്ടേ? അത് നടക്കണമെങ്കിൽ ദുർഗേച്ചിയുടെ അനുവാദം വേണ്ടേ? നീ ഇങ്ങനെ ദുർഗേച്ചിയെ പരസ്യമായിട്ടൊക്കെ അപമാനിച്ച ദുർഗേച്ചിക്ക് നിന്നോടുള്ള വിരോധവും ഇരിക്കും. ഞാൻ വഴക്ക് പറഞ്ഞത് മോന് വിഷമമായോ? ഏയ്, ഒരിക്കലുമില്ലമ്മേ. അമ്മ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നും വിഷമാവില്ല. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് നിന്റെ ഈ അവസ്ഥയില്. അതൊന്നും സാരമില്ലമ്മേ. വേദനയുണ്ടോടാ? അറിയുന്നില്ല. ഉണ്ടാവും. പെയിൻ കില്ലർ കഴിച്ചതുകൊണ്ടാവും അറിയാത്തത്. അതൊന്നും നീ ചിന്തിക്കണ്ട. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാ. ഉള്ളൊരുക്കി സകല ഈശ്വരന്മാരെയും വിളിക്കുന്നുണ്ട്. അവര് നമ്മുടെ സങ്കടം കാണാതെന്നിരിക്കില്ല. നിനക്ക് പെട്ടെന്ന് ഭേദോ അമ്മയാ പറയുന്നേ, അല്ലെങ്കിൽ നീ നോക്കിക്കോ. എനിക്ക് പേടിയൊന്നുമില്ലമ്മേ. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. എന്നോടാണോ നീ പറയുന്നേ? എനിക്കങ്ങനെ സമാധാനത്തോടെ കഴിയാൻ പറ്റൂടാ. എന്റെ മോനൊന്ന് സുഖപ്പെട്ട് വരുന്നത് വരെ എന്റെ ഉള്ളില് പെടച്ചില് മാറില്ല. വാ, വന്ന് കിടന്ന് വാ. സൂക്ഷിച്ച്. വേണ്ടമ്മേ. നീയാണോ അത് തീരുമാനിക്കുന്നത്? അത് ഞാൻ തീരുമാനിച്ചോളാം. നീ അനങ്ങാതെ അവിടെ കിടക്ക. വേണ്ടമ്മേ. നീ അടങ്ങി കിടക്ക. അവിടെ കിടന്നോ. ജയേട്ടാ, ഏട്ടനെ കാണുന്നില്ലല്ലോ. വരട്ടെ,
അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തണ്ടേ? സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഏട്ടനോട് പറയാതെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. പ്രസയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നേ. പ്രസയോട് ആലോചിക്കാതെ ഇതൊന്നും പുറത്തു പറയരുതെന്ന് പ്രസ പറഞ്ഞിട്ടുള്ളതല്ലേ? നീ ആ വാക്ക് തെറ്റിച്ചില്ലേ? ആശുപത്രിയിൽ വെച്ച് അന്നേരം എനിക്കിതൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല. ഞാൻ മനഃപൂർവ്വം വാക്ക് തെറ്റിച്ചല്ല, സംഭവിച്ചു പോയി. പ്രസയോട് എന്നോട് ആലോചിക്കാതെ നീ ഇത് ഒരിക്കലും ആദ്യോട് പറയാൻ പാടില്ലായിരുന്നു. ഞാനിനി എന്ത് ചെയ്യും ചേട്ടാ? ഈശ്വര, എന്താ എന്താടി? വാ പറയാം. അവിടെ വെച്ച് ഞാൻ ഫോണിലൂടെ സംസാരിച്ചതെല്ലാം ആദ്യം മോൻ എവിടെ നിന്നോ കേട്ടു. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. ദേവമംഗലത്തുനിന്ന് വിഷമത്തോടെ തിരികെ പോരുമ്പോ അവൻ എന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. ഞാൻ ചേട്ടനോട് സംസാരിച്ച് കേട്ടതിന്റെ സത്യാവസ്ഥ അറിയാനായിരുന്നു അവന്റെ വരവ്. അതിനിടയിൽ ആക്സിഡന്റ് ഉണ്ടായതും അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും. ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെയൊരു സാഹചര്യത്തിൽ ആദ്യം ചോദിച്ചപ്പോ അറിയാതെയെല്ലാം പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണേണ്ട. ആദ്യോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഇനി എന്നോട് ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം? എന്നോട് ആലോചിക്കാതെ ഇതൊന്നും ആരോടും പറയരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? പോയി കരയണ്ട. ആദ്യോട് ഇപ്പൊ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിലിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ആദ്യേട്ടാ, ആർക്ക് ഭ്രാന്ത് പിടിക്കുന്ന കാര്യം ആദ്യേട്ടനെ പറയുന്നേ? ആദ്യേട്ടന് ഭ്രാന്ത് പിടിച്ചോ? നീ എന്താ ചോദിച്ചേ? അല്ല, ആദ്യേട്ടന് ഭ്രാന്ത് പിടിച്ചോന്ന്. ഭ്രാന്ത് നിനക്കാ? അതെ, അത് ശരിയാ. ഭ്രാന്ത് എനിക്ക് തന്നെയാ. ഇല്ലെങ്കിൽ ആദ്യേട്ടന്റെ കല്യാണമെന്ന് പറഞ്ഞു പോയി തുളസിയുടെ ആൾക്കാരുടെ അടി വാങ്ങി വരില്ലല്ലോ ഞാൻ. ഓ, എമ്മാതിരി അടി അവറ്റാൾ എനിക്ക് തന്നെ. അടി കൊള്ളാത്ത ഒരു ഭാഗം പോലും ഇല്ല ഇനി എന്റെ ശരീരത്തില്. കണക്കായിപ്പോയി. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നെ തല്ലുകണ്ട, തല്ലി കൊല്ലണം. ഞാനിങ്ങനെ അടി വാങ്ങി വന്നിട്ട് ആദ്യേട്ടന് എന്നോട് യാതൊരു സിമ്പതി ഇല്ലല്ലോ. അതേക്കുറിച്ചൊന്നും ആദ്യേട്ടൻ എന്നോട് ചോദിച്ചത് പോലും ഇല്ല. മുറിവുണ്ടോ ചതവുണ്ടോ ഒന്ന് അന്വേഷിച്ചത് പോലും ഇല്ലല്ലോ. എടീ, നീ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അടി ചോദിച്ചു വാങ്ങിയതല്ലേ? അതിന് ഞാനെന്തിനെ സഹതപിക്കണം? കഷ്ടമുണ്ടോ ആദ്യേട്ടാ? ഇവിടെ നോക്ക്. അതെ, ഈ അടി ചെയ്യുന്ന ഉപകാരേ അണ്ണൻ തമ്പി ജയിലെന്നാ പറയുന്നത്. ഈ കിട്ടിയ അടി കൊണ്ടെങ്കിലും നന്നാവും നോക്ക്. ആദ്യേട്ടൻ അങ്ങനെ പറയല്ലേ. ഞാൻ നല്ലത് തന്നെയാ. ചീത്ത ആ തുളസിയാ. അവൾ ചീത്തയാ. അവളെ ഞാൻ വെറുതെ വിടില്ല. തുളസിയുടെ ആൾക്കാർ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. നീ എങ്ങനെ പകരം വീട്ടുന്ന? ഞാൻ തുളസി അവളുടെ വീട്ടിൽ കയറി തല്ലും. നീ അവൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നീ അവളെ വീട്ടിൽ കയറി തല്ലാൻ ചെന്നാലുണ്ടല്ലോ, അവൾ നിന്റെ പല്ലടിച്ച് താഴെയിടും. ആദ്യേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. സ്നേഹം മുഴുവൻ ആ തുളസിയോട്. അതെടി, തുളസിയോട് തന്നെയാ. അത് നിനക്ക് വ്യക്തമായിട്ട് അറിയാന്നുള്ള കാര്യമാണല്ലോ.
പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നേ? ആതിരെ, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഇല്ല, ഞാൻ പോവില്ല. ആദ്യേട്ടൻ എനിക്കുള്ളതാ, എനിക്ക് മാത്രം. ആദ്യേട്ടനെ ഞാൻ തുളസിക്കെന്നല്ല ആർക്കും വിട്ടുകൊടുക്കില്ല. ആദ്യേട്ടാ, ബൗൺസേഴ്സോ? ആ, ഈ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ വലിയ VIPസിനോടൊപ്പം പ്രൊട്ടക്ഷൻ വരുന്ന ആൾക്കാരെ? ആ പിന്നെ കറുത്ത കണ്ണടയൊക്കെ വെച്ച് നല്ല ജിമ്മന്മാര്. ആ, അത് തന്നെ. അവരിറക്കിയാലോ? അവര് കൊള്ളാം ദുർഗേച്ചി. ഈ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വരുമ്പോ അവര് ഈ ആരാധകരുടെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് അല്ലേ? അവര് തന്നെ. അങ്ങനെ കുറച്ച് ബൗൺസേഴ്സിനെ നമുക്ക് ഇറക്കണം. അവരാവുമ്പോ ആദ്യ കാര്യമായിട്ട് സംരക്ഷിച്ചോളൂ. അത്യാവശ്യം ആർക്കെങ്കിലും 2 കൊടുക്കണമെങ്കിൽ അവര് കൊടുത്തോളൂ. ആഹാ, ആ, ഇതായില്ലേ ദുർഗേച്ചി? അവരെ തന്നെ ഏർപ്പാടാക്കാം. അല്ലാതെ ആദ്യ സേഫ് അല്ല. മാമനല്ലടി കാന്തരി, ഞാനാ. ആ, നീയാണോ? ഇത് മാമന്റെ നമ്പറാണല്ലോ. ഇടി, എന്റെ ഫോൺ അമ്മ പിടിച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അച്ഛന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്. അവിടെ ഇപ്പൊ എന്താ അവസ്ഥ? അതൊക്കെ പറയാം. എനിക്ക് വേറൊരു കാര്യം അത്യാവശ്യമായിട്ട് നിന്നോട് പറയാനുണ്ട്. എന്താടാ? അത് ഫോണിൽ പറഞ്ഞാ പറ്റില്ല, നേരിട്ട് പറയേണ്ട കാര്യ. എനിക്ക് നിന്നൊന്ന് നേരിട്ട് കാണണം. ഓക്കെ, നേരിട്ട് കാണാം. പക്ഷെ എവിടെ വെച്ച് കാണും? നീ എങ്ങനെ ദേവമംഗലത്ത് നിന്ന് പുറത്തിറങ്ങും? അയ്യേ, ഇതെന്താ നിങ്ങളെ കാണിക്കുന്നത്? നീ എന്തിനാ എന്നെ വിളിച്ചേ? അത് ആന്റി, ആദ്യേട്ടൻ നമ്മൾ അറിയാതെ പുറത്തേക്ക് പോവാൻ നോക്കായിരുന്നു. ആദി, അമ്മ ആതിരെ വെറുതെ പറയുന്നതാ. ഞാൻ എവിടെ പോവാന്? ഞാൻ മുറിയിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അയ്യോ, കള്ളു ആന്റി. ആദ്യേട്ടൻ പച്ച കള്ളം പറയാ. ഞാൻ കണ്ടില്ലെങ്കിലേ ആദ്യേട്ടൻ ഇപ്പൊ പുറത്തു പോയേനെ. ആണോടാ? അല്ല അമ്മേ, അമ്മയെ ധിക്കരിച്ച് ഞാൻ ഇവിടുന്ന് പോവൂ? നീ ഇവിടുന്ന് പുറത്തു പോവരുത്. തുളസി എന്നെ വെല്ലുവിളിച്ചിട്ട് കല്യാണം നടത്താൻ പോവാ. അതിനെന്തോ ഒരു പ്ലാനും അവൾ ഒരുക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. നീയോ അവളോടൊപ്പം ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഒത്തുകളിക്കുകയാണോ? അവളെ ജയിക്കാനൊന്നും ഞാൻ വിടില്ല. നിന്റെ കല്യാണം ദേ ഇവളുമായിട്ട്, ആതിരയുമായിട്ട് മാത്രമേ നടക്കൂ. അമ്മേ, നീ കയറി അതുപോ. പോടാ. ഇങ്ങ് വാ. അഥവാ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും അവൻ പുറത്തേക്ക് പോകാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോണം. അത് ഞാൻ ഏറ്റു ആന്റി. എന്താടാ, ഹൗസ് അറസ്റ്റിലായതിന്റെ ഒരു ടെൻഷൻ കാണുന്നുണ്ടല്ലോ മുഖത്ത്. അച്ഛാ, അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്നെ എന്തിനാ ഇതിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നേ? എനിക്ക് ഇതിനകത്തിരുന്നാലേ ഭ്രാന്ത് പിടിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? പുറത്തു പോണം, തുളസിയെ കാണും. അത് പിന്നെ ചോദിക്കാനുണ്ടോ അച്ഛാ? എന്നാലേ നീ വേറെ റെഡിയാവും, ഞാൻ കൊണ്ടുപോവാം. അപ്പൊ അമ്മയോ? എടാ, അമ്മയുടെ കണ്ണിൽ പെടാതെ പോവാൻ നോക്കാം. ഇനി അഥവാ കണ്ടാലും നീ എന്റെ കൂടെയല്ലേ വരുന്നത്. നിന്നെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ തിരികെ കൊണ്ടുവന്നോളാന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്താ പോരെ? ഇതൊക്കെ നടക്കോ അച്ഛാ? നീ വാടാ. നീ എന്തായി കാണിക്കുന്നത്? എന്റെ മോനെ തല്ല് എന്തിനാ? അതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത്?
അവന് മുറിയിൽ അടച്ചിട്ട് എന്റെ വിഷമം അവനുണ്ടാവും. അതുകൊണ്ടാ അവൻ എന്നെ ചോദ്യം ചെയ്തത്. അതെനിക്കും മനസ്സിലാവും. അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുമായിരുന്നില്ലേ? അവനെ സമാധാനിപ്പിക്കേണ്ടതിന് പകരം നിങ്ങൾ അവനെ തല്ലിയല്ലേ? അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ ശാസിക്കാനും ഉപദേശിക്കാനും ഞാനുണ്ട്. അല്ലാതെ ആരും അവന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ അവനെ വഴക്ക് പറയും, തല്ലും. പക്ഷെ നിങ്ങൾ അതിൽ ഇടപെടണ്ട. നൊന്നത് അവനല്ല, എനിക്കാ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ അവനെ അടിക്കാൻ പാടില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും പ്രസാദേട്ടൻ ചെയ്തത് ശരിയല്ല. എടോ, അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയടോ. ദേഷ്യം വന്നാൽ നിങ്ങൾ എന്തും കാണിക്കോ? എന്റെ കുഞ്ഞിന് നിങ്ങൾ അവനെ ഉപദ്രവിക്കോ? പറ. ദുർഗ, കൈയെടുക്ക. ഒന്ന് സമാധാനിക്കേ പ്ലീസ്. എനിക്ക് അങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. ദുർഗ, വിട്. എഴുന്നേക്ക്. ഇങ്ങോട്ട് നോക്ക്. നീ എന്നോടൊന്നും ക്ഷമിക്കേ. സോറി. ഞാൻ തല്ലിയത് നിനക്ക് വിഷമമായ? എടാ, വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത്. മനഃപൂർവ്വം തന്നെയാ അച്ഛനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ലായിരുന്നു. എടാ, നീ അത് മറന്നേക്ക്. അച്ഛനോട് പൊറുക്ക്. അച്ഛൻ തല്ലിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം അച്ഛൻ എന്നോട് തുറന്നു പറയണം. ഞാൻ അറിഞ്ഞത് സത്യമാണോ? ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടന്ന നേരത്ത് പ്രിയാമ്മയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം അറിയാനാണ് ഞാൻ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചത്. പറയച്ച, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഉണ്ടോ? എടാ, അവളിപ്പോ നിന്റെ അമ്മയല്ല. പക്ഷെ ദുർഗയ്ക്ക് ഇതിൽ പറ്റൂ. അച്ഛൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അമ്മ എന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നെ പാലൂട്ടി താരാട്ടി വളർത്തിയത് എന്റെ അമ്മയല്ലേ. ഊണിലും ഉറക്കത്തിൽ പോലും അമ്മയ്ക്ക് എന്നെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഓരോ നിമിഷവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ ഈ അമ്മ എന്നെങ്കിലും ആ സ്ഥാനത്തുനിന്ന് മാറ്റിക്കാണുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? സത്യം ഞാൻ തിരിച്ചറിഞ്ഞെന്ന് കരുതി അച്ഛനല്ലാതാവോ? അതൊന്നും ഒരിക്കലും നടക്കില്ല. എനിക്കിപ്പോ ഒന്നിനും പകരം രണ്ടച്ഛനമ്മമാരെ എനിക്ക്. പക്ഷെ ഇനി ഇത് ഒളിപ്പിച്ച് വെക്കരുത് അച്ഛൻ. അമ്മയും തുളസിയും കൂടി ഇത് അറിയണം. ഞാൻ പറഞ്ഞോട്ടെ അച്ഛാ, എന്റെ അവസ്ഥ അച്ഛൻ മനസ്സിലാക്ക്. ഇപ്പൊ എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഞാൻ അമ്മയോട് തുളസിയോടൊക്കെ പെരുമാറാൻ. ഈ കാര്യങ്ങളൊന്നും അമ്മയും തുളസി അറിയിക്കാതിരുന്ന, അവരിതൊന്നും അറിയാതിരുന്ന
ഞാൻ കൂടി അവരുടെ മുന്നിൽ അഭിനയിക്കുന്നതാവില്ലേ? ഇത്രയും കാലം നിങ്ങൾ 3 പേരും എങ്ങനെയാണോ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചത്, അതുപോലെ ഞാനും അഭിനയിക്കേണ്ടി വരും. ഇങ്ങനെയല്ലാതെ വേറെ നിവൃത്തി. സോറി സാർ, എനിക്കതിനെ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് അമ്മയും തുളസിയും പറ്റിക്കാൻ എനിക്കാവില്ല. അത് നീ 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 പറയുന്നതൊക്കെ ശരിയാണ്. ഇനി അങ്ങോട്ട് ചിലപ്പോ ദുർഗയുടെയും തുളസിയുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കേണ്ടി വരും. ഇല്ല സാർ, ഞാൻ ഇതിന് നിന്ന് തരില്ല. ഈ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. യാഥാർത്ഥ്യം ഒന്നും അറിയാതെ അമ്മയും തുളസിയും നിഷ്കളങ്കമായി എന്നെ സ്നേഹിക്കുമ്പോ ഞാൻ അത് പ്രസാദേട്ടനെ ആദ്യം അടിച്ചില്ലേ? അവനെ തല്ലിയാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ വിഷമം പ്രസാദേട്ടനോട് പറഞ്ഞു. പ്രസാദേട്ടനത് മനസ്സിലായി. അവനെ അടിച്ചതില് പ്രസാദേട്ടന് സങ്കടമുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അവൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ സ്വത്താണവൻ, ജീവന്റെ ജീവൻ. അവനൊന്നെന്താ എനിക്കും പ്രസാദേട്ടനും പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അവന്റെ സങ്കടം മാറണം. അവന്റെ സങ്കടം മാറിയാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ. പ്രസാദേട്ടന് അവന്റെ സങ്കടം മാറ്റാൻ വേണ്ടി പോയതാ. അവരച്ഛനും മോനെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോട്ടെ. ആദ്യയുടെ വിഷമം മാറിക്കിട്ടിയാ മതി. ആന്റി, ഇതൊന്നും അല്ല. ചടങ്ങ് തന്നെ ആയിരിക്കും. ആ, 10-200 പേർക്ക് സദ്യക്കുള്ള സാധനം ഉണ്ടല്ലോ. ആ, 200 അല്ല, അതിൽ കൂടുതൽ പേർ വരാനാണ് സാധ്യത. ഓ, അത് ശരി. ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ മതിയാവുമെന്നാ എന്റെ ടെൻഷൻ. തലേന്ന് രാത്രിയും ഗംഭീരമായൊരു വിരുന്ന് സൽക്കാരം ഉണ്ടേ. ഓ, അത് ശരി. അയൽപ്പക്കത്തുള്ള എല്ലാവരും വരും. തലേന്നും പിറ്റേന്നുമായിട്ട് വരുന്നവർക്ക് മുഴുവൻ ആഹാരം കൊടുക്കേണ്ടതല്ലേ? അതൊക്കെ വേണം. സമയത്തിന് എന്തെങ്കിലും കുറവുണ്ടായാ അത് നാണക്കേടാവും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാ എന്നെ വിളിച്ചാ മതി. സാധനം ഞങ്ങൾ സ്പോട്ടിലെത്തി. ഓ, അത് മതി. പറഞ്ഞ സാധനം എല്ലാം ഉണ്ടല്ലോ അല്ലേ ചേട്ടാ? എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിനെല്ലാം ഇറക്കിക്കോ. ആ, എന്റെയും ആദ്യേട്ടന്റെയും വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുക. അത് മുടക്കരുതെന്ന് ആന്റി തുളസിയോട് പറയണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. മോളെ ആതിരെ, ആ കല്യാണം നടക്കില്ല. ഇവിടെ ആകെ ഒരു കല്യാണമേ നടക്കൂ. ഞാനും ആദ്യം തമ്മിലുള്ള കല്യാണം. അതിന് നീ വരണം. കണ്ണു നിറയെ കാണണം. ആതിരെ, നീ ഇവിടെ വന്ന് നിൽക്കണോ? നീ എന്തിനാ ഇവിടെ വന്നേ? അതെ, എന്റെ ആദ്യയുടെയും കല്യാണം ഇവിടെ നടക്കാൻ പോവല്ലേ. ആതിര കല്യാണത്തിന് സഹകരിക്കാൻ വന്നതാ. നിനക്ക് എന്തിന്റെ കേടാടി ഇവിടെ വന്ന് സഹകരിക്കാൻ? അയ്യോ ദുർഗാമേ, ആതിരയോട് വെറുതെ ചൂടാവണ്ട. ആതിര കല്യാണത്തിന് സഹകരിക്കാൻ വന്ന ആദ്യേ ദേവമംഗലത്ത് നിറക്കണം. അതല്ലേ വേണ്ടു? അതെ. വഴിയുണ്ട്. എന്ത് വഴി? വെയിറ്റ്.
വേണ്ട. ആ, അമ്മേ ഒരു 10 അല്ല 10 പേർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? 10 പേർക്കുള്ള ബിരിയാണിയോ? ആദിമോനെ പുറത്തിറക്കാനുള്ള ഐഡിയ ആണോ നീ പറയുന്നത്? ആ അച്ഛാ, ഒരു 10 പേർക്കുള്ള ബിരിയാണി ഉടനെ വേണം. അച്ഛാ ഇരിക്കണം. ആ അങ്ങോട്ട് വേണ്ട, അച്ഛൻ ഇവിടെ ഇരിക്കൂ. വരൂ വരൂ അച്ഛാ, ഇരുന്നാട്ടെ. താങ്ക് യു. പ്രിയേ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അച്ഛന് എന്താണാവോ വേണ്ടത്? ഒന്നും വേണമെന്നില്ല. എനിക്ക് ബ്രദറിനോടും സഹോദരിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനെന്താ അച്ഛാ, അച്ഛൻ പറഞ്ഞോളൂ. അത് കുറച്ച് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ചേട്ടാ പുറത്താരോ വന്നല്ലോ. ഞാൻ നോക്കാമേ. ഈശ്വര തോന്നി. അപ്പൊ കല്യാണം നടത്താൻ തന്നെയാ ഇവളുടെ പ്ലാൻ. അതിനുവേണ്ടിയാവും ഈ പിള്ളേരും ഫാദറും ഒക്കെ വന്നത്. ദുർഗിച്ചിരിക്കും. ഇത് ഇവളുടെ സഹോദരന്റെ ഭാര്യയാണ് അച്ഛാ. ACP കൃഷ്ണപ്രസാദിന്റെ വൈഫ് കനകദുർഗ പ്രസാദ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പുരാൻ കർത്താവ് സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. എന്നും എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? ഇതൊരു കല്യാണ വീടല്ലേ, അപ്പോ അതിഥികളൊക്കെ വരാതിരിക്കോ? ഇവരൊക്കെ എന്റെ കല്യാണം പ്രമാണിച്ചു വന്നവരാ. ഇത് ഫാദർ വിൻസെന്റ് വട്ടോളി. കല്യാണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്താൻ വന്നതാ. അച്ഛോ, അച്ഛനെ ഞാൻ ബഹുമാനിക്കുന്നു. ഇവളുടെ ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ട് അച്ഛൻ അനുഗ്രഹിക്കാനോ ആശീർവദിക്കാനോ ഒന്നും നിൽക്കരുത്. എന്റെ മകനെ ഇവള് കല്യാണം കഴിക്കാൻ പോകുന്നത്. എനിക്ക് എന്റെ മകനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഒരിക്കലും താല്പര്യമില്ല. അതിന് അച്ഛൻ ആശീർവദിക്കേണ്ടത് എന്നെയാണ്. അച്ഛനും അമ്മയൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയല്ലേ? ആദ്യം എവിടെയാന്നല്ലേ അച്ഛനും അമ്മയും ചിന്തിക്കുന്നേ? നിങ്ങളെ ദാ ഈ ഫാദർ വട്ടോളി ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഇപ്പോഴും മനസ്സിലായില്ലേ നിങ്ങക്ക്? ഇതാദ്യം അമ്മേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മോനെ, പ്രിയാമേ, ഇത് ഞാനാ, ആദി. മോനെ. ശരി, ഞാൻ ഈ താടി മീശക്കൊന്ന് മാറ്റാം. അയ്യോ, എന്റെ പൊന്നു ജിറാഫെ, നീ ചതിക്കില്ലേ? ആ ദുർഗാമ്മ ഇതുവരെ പോയിട്ടില്ല. ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരും. ആ, നിങ്ങക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായേ. നീ കൊള്ളാലോ. നിന്നെ പ്രസവിച്ച് എനിക്ക് പോലും നിന്നെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ.
അത് ശരിയാ. നിന്നെ നിത്യവും അടുത്ത് കാണുന്ന ആളല്ലേ ദുർഗേച്ചി. അപ്പോ ചേച്ചി നിന്നെ ഉറപ്പായും തിരിച്ചറിയേണ്ടതായിരുന്നു. എന്റെ അമ്മേ, അമ്മ തിരിച്ചറിയാത്തത് മഹാഭാഗ്യം. എങ്കിൽ ഇന്ന് തന്നെ എല്ലാരും പൊളിച്ചടിക്കാന്. ഇതുവരെയും രക്ഷപ്പെട്ടു പോയി. ആദ്യ ദേവമംഗലത്തില്ലേ ദുർഗേച്ചി? അതെ, രണ്ടാളും കൂടുതൽ അഭിനയമൊന്നും വേണ്ട. അവനെ കുറച്ചു മുമ്പ് അവന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് കുറെ ചെക്കന്മാര് ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചോണ്ടുപോയി. പക്ഷേ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ക്രിക്കറ്റ് കളിക്കാൻ തന്നെയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യമൊന്നും ഇല്ല ദുർഗാമ്മ. ദുർഗാമ്മയ്ക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഈ വീട് മുഴുവൻ പരിശോധിച്ചോ. ആദ്യം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദുർഗാമ്മയ്ക്ക് കണ്ടുപിടിക്കാലോ. അത് നീ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കാതെ ഞാൻ പോവില്ല. ദുർഗാമ്മ നോക്കിക്കോ. ദുർഗാമ്മയ്ക്ക് വിശ്വാസാവട്ടെ. ആ, അച്ഛന്റെ മുറി ദുർഗാമ്മ കണ്ടല്ലോ. അവിടെ എന്തായാലും ആദ്യമില്ലെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ വീട്ടിൽ ബാക്കിയുള്ള എല്ലാ മുറികളും ദുർഗാമ്മ പരിശോധിച്ചോ. ദുർഗേച്ചി, ഇവിടെ ദുർഗേച്ചിയുടെ മോള. ദുർഗേച്ചിയുടെ വയറ്റിൽ പിറന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെ കുറിച്ചാണ് ദുർഗേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈശ്വര, ഞാൻ എങ്ങനെ സഹിക്കും? ദുർഗേച്ചിയോട് ഞാൻ എങ്ങനെ സത്യങ്ങളൊക്കെ പറയും? ദുർഗാമ്മ, മരിക്കുന്നെങ്കിലും ജീവിക്കുന്നെങ്കിലും അത് ആദ്യം ഞാനും ഒരുമിച്ചായിരിക്കും. എന്നെ തീർത്തിട്ട് ആദ്യയെ കൊണ്ട് ആതിരെ കല്യാണം കഴിപ്പിക്കാന്ന് കരുതിയാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ മരിച്ച പിന്നെ ആദ്യ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലും ഇല്ല. ഞാൻ മരിച്ച പിന്നെ ദുർഗാമ്മയ്ക്ക് മോനെ എന്ന് വിളിക്കാൻ ആദ്യവും ഉണ്ടാവില്ല. എടി ദുർഗേച്ചി, നിന്നെ വേണ്ട ദുർഗേച്ചി, വേണ്ട. ദയവ് ചെയ്തൊന്നും ചെയ്യരുത്. ഇവളറിയാതെ പറഞ്ഞു പോയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അമ്മ ചുമ്മാതിരിക്കാൻ, നീ മിണ്ടാതിരുന്നേ. ദുർഗേച്ചി, ടെൻഷൻ ആവണ്ട. ഇവളെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ദുർഗേച്ചി ഇപ്പൊ സമാധാനത്തോടെ പോണം. ഇവിടെ ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ. വെറുതെ എന്തിനാ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുന്നു? നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. നോക്കിക്കോ. അമ്മ അച്ഛന് പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൽ എന്താ തെറ്റ്? സത്യം എന്നായാലും നമ്മളെല്ലാവരും അംഗീകരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം തുറന്നു പറയേണ്ടി വരില്ലേ? അന്നും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടെ? അന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാക്കും. അത് മാത്രം ചിന്തിച്ചാ മതി. ദുർഗാമ്മയ്ക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മളെല്ലാരും ഒത്തുചേർന്ന് വിചാരിച്ചാ ദുർഗാമ്മയെ ബോധ്യപ്പെടുത്താൻ പറ്റും. മതി, അങ്ങനൊരു പരീക്ഷണം വേണോ? ഞങ്ങളെക്കാൾ കൂടുതൽ ദുർഗേച്ചി അറിയുന്നത് നീയാണ്. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ദുർഗേച്ചിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോ നീ ഞങ്ങളുടെ മകനാണെന്ന് പറഞ്ഞ അത് സത്യമാണ്. പക്ഷേ ദുർഗേച്ചിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല മോനെ. ദുർഗേച്ചി തകർന്നു പോവും.
എല്ലാ സത്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താം. പക്ഷെ അതിന് സമയം വേണം. നീ ഒന്ന് ക്ഷമിക്ക്. അച്ഛനും അമ്മയും എന്റെ മാനസികാവസ്ഥ എന്താ മനസ്സിലാക്കാത്തത്? ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. മോനെ, ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലോ? ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അതെനിക്ക് എങ്ങനെ സാധിക്കുമേ? സാധിക്കണം. ഈ അമ്മയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, എന്നെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ അനുസരിക്കില്ലേ മോനെ? എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ദുർഗേച്ചിയും തുളസിമോളും അറിയരുത്. നീ ചിരിക്കൊന്നും വേണ്ട. ഇവിടുന്ന് ഒരു വകയും കഴിക്കാതെ പോയതല്ലേ നീ? നേരെ എത്രയായടാ? നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മ കഴിച്ചോ? എന്ത് ചോദ്യടാ ഇത്? നീ കഴിക്കാതെ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റുമോ? ആദ്യം നീ കഴിക്കണം. അല്ലാതെ കഴിച്ചാ അമ്മയ്ക്ക് ഇറങ്ങില്ലടാ. നീ പോയിട്ട് വാ. നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയും ചീരത്തോരനും മെഴുക്കുരട്ടിയും ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പോയിട്ട് വാ. എടാ, ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ. ചെല്ലടാ. ഓ ഞാൻ പ്രസവിച്ച മോനാ നീ. അപ്പോ ഞാൻ പറയുന്നത് നീ അനുസരിക്കണ്ടേ? അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. നീ കഴിക്കാതെ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റുമോ? ആദ്യം നീ കഴിക്കണം. അല്ലാതെ കഴിച്ചാ അമ്മയ്ക്ക് ഇറങ്ങില്ലടാ. തുളസി, വേണ്ട. നീ ഇറങ്ങി വന്നേ. ഇവളെന്ത് ഭാവിച്ച ഇത്? സൂക്ഷിക്കണേ. തുളസി, നീ ഇറങ്ങി വന്നേ. ഇറങ്ങാനോ? കണി കാണാനുള്ള പൂവ് കൊന്നമരത്തിന്ന് ഡയറക്റ്റ് ആയിട്ട് പറിക്കണം. ഭൂമിയിൽ പൂക്കളൊന്നും വീഴാൻ പാടില്ല. പൂ വീണാലും കുഴപ്പമില്ല, നീ വീഴാതിരുന്നാ മതി. അതെ, ഈ തുളസി ആദ്യമായിട്ടല്ല മരത്തിൽ കയറുന്നത്.
വെറുതെ അല്ല നിന്റെ ദുർഗാമ്മ നിന്നെ മരം കയറിന്ന് വിളിക്കുന്നെ. അതെ, ദുർഗാമ്മ അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോ എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീലാ. പെമ്പിള്ളരായ മരത്തിൽ കയറണം, ആനപ്പുറത്ത് കയറണം. ഈ ആണുങ്ങളുടെ കുത്തക പരിപാടിയൊക്കെ നമ്മൾ പെമ്പിള്ളരങ്ങ് പൊളിക്കണം. നീ വാചകം അടിച്ചോണ്ട് നിക്കാതെ പൂ പറിച്ചോണ്ട് വാടി. പിന്നെ ജയേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. കനത്തില് വല്ല കൈനീട്ടവും വേണോന്നാണോ? ഏയ്, അതൊന്നും അല്ല. കൈനീട്ടം ജയേട്ടൻ കാര്യമായിട്ട് തന്നെ തരൂന്ന് എനിക്കറിയാലോ. പിന്നെ എന്താണ്? ജയേട്ടാ, നമ്മുടെ മോൻ എന്നെ അമ്മയായും ജയേട്ടനെ അച്ഛനായും കണ്ടു തുടങ്ങിയത് ഈ വർഷം മുതലാ. പരസ്പരം എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മോനോടൊത്തുള്ള ആദ്യത്തെ വിഷു. ജീവിതത്തിൽ ഇത്രയും കാലം ആഘോഷിച്ചതിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ട എന്ന് ഓർക്കുന്ന ഒരു വിഷുവാ നാളെ വരുന്നത്. നിന്നെപ്പോലെ തന്നെ ഞാനും ഇത് ചിന്തിച്ചു. ഈ വിഷുവിന് എനിക്ക് പതിവ് കണി കണ്ടാ പോരെ ജയേട്ട. ഇത്തവണ എനിക്ക് വിഷുക്കണിയായി കാണേണ്ടത് നമ്മുടെ മോനെയാ. നമ്മുടെ മോന്റെ മുഖം വേണം എനിക്ക് കണി കാണേണ്ടത്. അത് പ്രിയ, ഈ ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ അതെങ്ങനെ സാധിക്കും? ദുർഗേച്ചിയുടെ കാര്യം അറിയാലോ. എല്ലാ വർഷവും വിഷുവിന് ദുർഗേച്ചി കണി കാണുന്നത് നമ്മുടെ മോനെയാണ്. അതിന് ദുർഗേച്ചി ഒരു മുടക്കവും വരുത്തില്ല. അവൾക്കിതൊന്നും അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. വിഷുവിന് പിന്നില് 2 ഐതിഹ്യമുണ്ട്. ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റൊന്ന് ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ടതും. ആദ്യത്തെ എനിക്കറിയില്ല, രണ്ടാമത്തെ എനിക്കറിയാം. ഭൂമിദേവിയുടെ പുത്രനും അഹങ്കാരിയുമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷു എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് വിഷുക്കണിയില് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസ്വരൂപത്തെ പ്രതിഷ്ഠിക്കുന്നത്. ശ്രീരാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യം മറ്റൊന്നാ. അത് രാവണന് സൂര്യഭഗവാനോടുള്ള വിരോധത്തിന്റെ കഥയാ. രാവണന്റെ അനുവാദവും അറിവും കൂടാതെ കൊട്ടാരവളപ്പിലോ അകത്തളത്തിലും സൂര്യൻ കടന്നു വരുന്നത് രാവണൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് രാവണൻ സൂര്യനെ നേരായ രീതിയിൽ ഉദിക്കാനോ അസ്തമിക്കാനോ അനുവദിച്ചില്ല. അങ്ങനെയൊക്കെ സാധിക്കും ആന്റി? ഇതൊക്കെ ഓരോ ഐതിഹ്യങ്ങളല്ലേ ആതിരെ? എന്നിട്ടെന്താ, ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷമാണ് ലങ്കയില് സൂര്യന് യഥാസമയത്ത് ഉദിക്കാനും അസ്തമിക്കാനും കഴിഞ്ഞത്. അതിന്റെ സന്തോഷത്തിലാണ് വിഷു ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരു വിശ്വാസം. ആന്റിക്ക് ഒത്തിരി കഥകൾ അറിയാല്ലേ? ഇതൊക്കെ എനിക്കെന്റെ മുത്തശ്ശി പറഞ്ഞു തന്നതാ. പക്ഷെ എന്റെ മാമൂസ് ഇതുപോലുള്ള കഥകളൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. പറഞ്ഞാലും ഇതൊക്കെ നിന്റെ തലയിൽ കേറണ്ടേ? അതോ ഓർത്തിട്ടാവും അപ്പച്ചിയൊന്നും പറയാതിരുന്നത്. ആന്റി വേണ്ട കേട്ടോ. ഭഗവാനെ,
പ്രിയക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? അത് ശരി. അപ്പോ നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ഞാനും അച്ഛനും കൂടിയല്ലേ ഇവൻ ഇവിടെ ഈ നേരത്ത് വരുത്തിച്ചത്. അപ്പൊ നിങ്ങൾ 3 പേരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ? നിനക്ക് ഇവനെ തന്നെ കണി കാണണമെന്ന് തോന്നിയാൽ അത് സാധിച്ചേരേണ്ട ഉത്തരവാദിത്തം എനിക്കും എന്റെ മോൾക്കും അല്ലേ ഉള്ളത്? അല്ലമ്മേ, ഇത്തവണ ആദ്യം തന്നെ വിഷുക്കണി കാണണമെന്ന് പറയാൻ എന്താ കാരണം? തുളസി, നീ ഈ ചോദിച്ചതിന് വ്യക്തമായ ഉത്തരവുണ്ട്. പക്ഷേ ഇപ്പോ അത് അറിയണമെന്നും പറഞ്ഞ് നീ വാശി പിടിക്കരുത്. നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യ. ഒരു വലിയ സർപ്രൈസ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സർപ്രൈസോ? തുളസി, ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി, ഞാൻ ചോദിക്കുന്നില്ല, നീ പിന്നീട് പറഞ്ഞാ മതി. ഓക്കെ. എന്റെ ആഗ്രഹം നിങ്ങൾ എല്ലാരും കൂടി സാധിച്ചു തന്നതിന്റെ എന്റെ സന്തോഷം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പ്രിയ ഒന്നും പറയണമെന്നില്ല. പ്രിയയുടെ സന്തോഷം ഈ മുഖത്ത് നിന്ന് തന്നെ വായിച്ചറിയാം, അല്ലേ മക്കളെ? അതെ. അല്ല ആദിക്ക്, എന്റെ മോന് എന്ത് വിഷ കഴിഞ്ഞിട്ട് ഈ അമ്മ തരേണ്ടത്? ഇവള് ഓനുള്ള ഈ അമ്മയുടെ വിഷ കൈനീട്ടം. അമ്മ പറയുന്നത് എല്ലാം അതുപോലെ അനുസരിക്കും. അമ്മ പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കും. മതി, ഇനി നീ പോയിട്ട് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ് ഇട്ടിട്ട് വാ. അമ്മ കൈനീട്ടം തരാം. ചെല്ല് ചെല്ല്. ഈ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോ എടുക്കാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടെന്നറിയോ? നീയൊന്ന് നിന്ന് തരണ്ടേ? അവിടെ മുഴുവൻ കിടന്ന് ഓടുകയായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ട ഈ ഫോട്ടോ എടുത്ത്. നന്നായിട്ടില്ലേ?
ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? അല്ല, അമ്മ മനസ്സുകൊണ്ട് വെറും സാധുവാ. എല്ലാവർക്കും നന്മ വരണേന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം. പക്ഷേ അമ്മയ്ക്ക് തുളസിയോട് മാത്രം എന്താ എത്ര ദേഷ്യം? നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ജന്മത്തിലെന്നല്ല, ഇനി ഒരു 100 ജന്മം എടുത്താലും ഞാനെന്തും വേണ്ട. എടോ, അവൾ അപ്പോഴത്തെ ആവേശത്തിന് എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തൊക്കെ വിളിച്ചു കൂവി. ആനന്ദിന് ഇതൊക്കെ കണക്കിലെടുക്കുന്നത്. ഇതൊക്കെ തുളസിയുടെ വിവരക്കേടായിക്കണ്ടെങ്കിൽ തള്ളിക്കളയടോ. അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അവളവിടെ കാര്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവിടെ ഒരു പള്ളിയിലച്ഛനെ കണ്ടുന്ന്. ആ പള്ളിയിലച്ഛനെ അവൾ എന്തിനാ വിളിച്ചു വരുത്തിയേ? എടോ, ഇത് തന്നെയല്ലേ ഇന്നലെ രാത്രി മുഴുവൻ താൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു മനസ്സമാധാനം ഇല്ല പ്രസാദേട്ടാ. ആ പള്ളിയിലച്ഛനെ കണ്ടപ്പോ എനിക്ക് കടമറ്റത്ത് കത്തനാരെ പോലെയാ തോന്നിയ. എവിടെയോ പോയി ദുർമന്ത്രവാദമൊക്കെ പഠിച്ചൊരച്ഛൻ. അയാൾ അച്ഛനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഒരു ദുർമന്ത്രവാദി തന്നെ. ആ മന്ത്രവാദി അച്ഛന്റെ വേഷം കെട്ടി വന്നതാ. അയാളെ കൊണ്ട് ആദ്യം തട്ടിയെടുത്ത് സ്വന്തമാക്കി അവനുമായിട്ട് കല്യാണം നടത്താനാ തുളസിയുടെ പ്ലാൻ. താൻ പോയിരുന്നിട്ടേ ഇതൊക്കെ ചേർത്ത് വെച്ച് ഒരു ഉഗ്രൻ കഥ എഴുതും. വായിക്കാൻ നല്ല രസമുണ്ടാവും. എന്താ പ്രസാദേട്ടാ? എടോ, തുളസി അവിടെ ഒരു കല്യാണവും നടത്താൻ പോകുന്നില്ല. ഇനി അഥവാ അവൾ അങ്ങനെ ഒരു കല്യാണം നടത്താൻ പോയാൽ നമുക്ക് തടയാം. കളിക്കല്ലേ? തരാന്ന് പറഞ്ഞില്ലേ? ആ പേജ് നമ്പർ എത്രാമത്തെ പേജിലേത്? ആ ഓക്കെ. ആ കിട്ടി കിട്ടി. പ്രസാദേട്ടാ, ഒരു മിനിറ്റ്. ശരി, ഞാൻ വിളിക്കാം. ശരി, താങ്ക് യു. എന്താണോ? എനിക്ക് അവൻ ജോഗിങ്ങിനെന്ന് പറഞ്ഞു വിടുന്ന പോയപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അവനെ തുളസിയെ കാണാൻ തന്നെയാ പോയത്. പ്രസാദേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടോ, ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ, താൻ പറഞ്ഞു. അവനെ തുളസിക്ക് കത്ത് കൊടുക്കാൻ പോയതാ. താൻ എന്താടോ ഈ പറയുന്നത്? ഈ വാട്സപ്പൊക്കെയുള്ള കാലത്ത് ആരെ കത്ത് കൊടുക്കുന്നു? അവൻ ഏത് കാലത്തായി ജീവിക്കുന്നു? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആദ്യം ഒരു കത്തും കൊണ്ടാ തുളസിയെ കാണാൻ പോയത്. പക്ഷേ ഞാൻ ആ കത്ത് കൈയോടെ പൊക്കി. അല്ല, എന്നിട്ട് എന്തായിരുന്നു ആ കത്തില്? അത് വായിച്ചോ? ഞാനൊന്നും വായിച്ചില്ല. ആതിരെ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോയി. അല്ല, അവളെന്തിനാ ആ കത്ത് വായിച്ചത്? ആവോ. എന്താ സുലു? എന്താ സുലു, നീ കാര്യം പറ. സാറിരിക്കുന്നു. എന്താ, സാറിനെ ആദ്യമായിട്ടാണോ കാണുന്നത്? നീ കാര്യം പറ.
അവരിയ്ക്കുമ്പോ എനിക്കത് പറയാൻ നാണം. സുലു, നീ വന്ന കാര്യം പറ. അത് പിന്നെ അത് പിന്നെ നിന്ന് കളം വരയ്ക്കാത്ത കാര്യം പറ. അത് പിന്നെ അവിടെ ആദിമോനും ആതിരയും തമ്മില് അവര് തമ്മിൽ ശ്ശോ. മാറിങ്ങോട്ട്. നീ പറ സുലു. അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുന്നതാ നല്ലത്. ഇല്ലെങ്കി ഇപ്പൊ ഞാൻ കണ്ടതുപോലെ അരുതാത്തത് വല്ലതും നിങ്ങളും ചിലപ്പോ കാണേണ്ടി വരും.